എല്ലാവർക്കും JP നെറ്റ്വർക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ അവസാന നിമിഷം ഒരു വിമാന ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോൾ നല്ല പ്രൈസ് ആയിരിക്കും ടിക്കറ്റിന്. എങ്ങനെ ഒരു കുറഞ്ഞ പ്രൈസിന് ടിക്കറ്റ് എടുക്കാമെന്ന് നോക്കാം. നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ടിക്കറ്റ് ആയിട്ട് ബുക്ക് ചെയ്യാം. അതായത് നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന പാസഞ്ചറെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കത് അറിയേണ്ട ആവശ്യമില്ല. സംഭവം വളരെ നിസ്സാരമുള്ളൂ. ഈ ട്രാവൽ ഏജൻസികളൊക്കെ കുറഞ്ഞ പ്രൈസിന് കുറേ ടിക്കറ്റ് വാങ്ങിച്ചു വെച്ചിട്ട് അവസാനം കൂടിയ പൈസയ്ക്ക് വിൽക്കുന്ന ഒരു സംഭവം നമുക്കറിയാം. ആ ഒരു സംഭവം തന്നെ. കഴിഞ്ഞ ആഴ്ചയെ ഞാൻ ചെന്നൈക്ക് പോകാൻ വേണ്ടി ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു PNR നമ്പർ കിട്ടും. ആ ഒരു PNR നമ്പർ വെച്ചിട്ട് നമ്മൾ പോകുന്ന ആ ഒരു ഫ്ലൈറ്റ് കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ കൂടെ വേറെ 4 പാസഞ്ചറുണ്ട്. അതാണ് ഗ്രൂപ്പ് ബുക്കിംഗ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു PNR നമ്പർ തന്നെ ഒരുപാട് പാസഞ്ചർ ഉണ്ടാവും. ഇത് എങ്ങനെയാണെന്ന് ഈ ഒരു വീഡിയോ ബാക്കി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഞാൻ ആ ഒരു വെബ്സൈറ്റിൽ ബുക്ക് ചെയ്തതുപോലെ തന്നെയാണ് മറ്റ് പാസഞ്ചറും ബുക്ക് ചെയ്തത്. എന്നിട്ട് ഈ പറഞ്ഞ വെബ്സൈറ്റുകാരാണ് ഈ ഒരു സെയിം PNR നമ്പർ തന്നെ ഈ 5 പാസഞ്ചറെ ആഡ് ചെയ്ത് വെച്ചത്. അതല്ലാണ്ട് ഈ 5 പാസഞ്ചർ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല. ഇങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറഞ്ഞ പ്രൈസിൽ ടിക്കറ്റ് കിട്ടുമെങ്കിലും നമ്മൾ യാത്ര ചെയ്തില്ലെങ്കിൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ ഒരു പോലും കിട്ടത്തില്ല കേട്ടോ. ചെന്നൈയിലെ നല്ല മഴ കാരണം ഞാൻ എൻ്റെ യാത്ര വേണ്ടാന്ന് വെച്ചു, ഞാൻ പോയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് പോലും കിട്ടിയില്ല, മൊത്തം പൈസയും പോയി കിട്ടി. മച്ചാമാരെ, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഞാൻ എൻ്റെ സ്വന്തം പൈസ കൊടുത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് മഴ കാരണം അത് ഉപേക്ഷിച്ച് പൈസയും കളഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറഞ്ഞ വിലയ്ക്ക് വിമാന ടിക്കറ്റ് കിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും നോക്കുന്ന ഒരു വെബ്സൈറ്റാണ് സ്കൈ സ്കാനർ. ഇത് ഉപയോഗിച്ചിട്ടാണ് മിക്കവരും ടിക്കറ്റ് നോക്കുന്നത്. ഞാനും അങ്ങനെ നോക്കാറുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴേ ഏറ്റവും കുറഞ്ഞ പ്രൈസിന് ഇപ്പോൾ 2745 രൂപയ്ക്ക് ഒരു സൈറ്റിൽ മാത്രം കാണിക്കുന്നുണ്ട്. ബാക്കി വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിനകത്ത് ഏറ്റവും കുറവ് പ്രൈസ് കാണിച്ച ആ ഒരു വെബ്സൈറ്റിൽ തന്നെ നമുക്ക് പോയി നോക്കാം. എന്നിട്ട് അറിയാം എങ്ങനെയാണ് ഈ ഒരു ബുക്കിംഗ്. ഇത്ര കുറഞ്ഞ പ്രൈസിന് ടിക്കറ്റ് കിട്ടുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മെച്ചമുണ്ട്, എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് മെച്ചമില്ല എന്നൊക്കെ അറിയാൻ സാധിക്കും. ഈ ഒരു വെബ്സൈറ്റിൻ്റെ മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചുവന്ന കളറിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീഫണ്ട് കിട്ടത്തില്ല. നിങ്ങൾ ക്യാൻസൽ ചെയ്താലും നിങ്ങൾക്ക് റീഫണ്ട് കിട്ടത്തില്ല. അതിൻ്റെ കാരണം അവസാന നിമിഷം ഈ ഗ്രൂപ്പ് ടിക്കറ്റ് ആയിട്ട് വിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് കുറഞ്ഞ പ്രൈസിനാണ് നമുക്ക് ടിക്കറ്റ് തരുന്നത്. അതുകൊണ്ട് നമ്മളിത് ക്യാൻസൽ ചെയ്താലും നമുക്ക് പൈസ തരത്തില്ല. പക്ഷേ നമ്മൾ നേരത്തെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടിക്കറ്റ് ഇവർ വേറെ ആൾക്ക് മറിച്ചു കൊടുക്കും. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് PNR നമ്പർ കിട്ടും. പക്ഷേ എങ്കിൽ ആ ഒരു നമ്പർ അപ്ഡേറ്റ് ചെയ്യില്ല. കാരണം ഈ തേർഡ് പാർട്ടി വെബ്സൈറ്റ് ഈ ഫ്ലൈറ്റിൽ നിന്ന് ഈ ഒരു PNR നമ്പർ ഇത്ര ബുക്കിങ്ങിനായിട്ട് വാങ്ങിച്ചു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ തേർഡ് പാർട്ടി വെബ്സൈറ്റുകാർ ഈ പറയുന്ന പാസഞ്ചറിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഫ്ലൈറ്റ് എന്ന് പുറപ്പെടുന്നോ അതിൻ്റെ തലേദിവസം മാത്രമേ അപ്ഡേറ്റ് ചെയ്യത്തുള്ളൂ. അതായത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് PNR നമ്പർ കിട്ടും. പക്ഷേ ആ ഒരു നമ്പർ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ആയിരിക്കില്ല. നിങ്ങൾ കസ്റ്റമർ കെയറോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറയും ഇത് സ്പെഷ്യൽ ടിക്കറ്റ് ബുക്കിംഗ് ആണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ടിക്കറ്റ് ബുക്കിംഗ് ആണ് എന്ന് പറയും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിത് ഫ്ലൈറ്റ് കമ്പനിയുമായിട്ട് ചാറ്റ് ചെയ്തപ്പോൾ കിട്ടിയ മറുപടിയാണ്. ഇങ്ങനെ ബുക്ക് ചെയ്യുന്ന ആ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ PNR നമ്പർ അപ്ഡേറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റ് നാളെ യാത്ര തിരിക്കുമെങ്കിൽ അതിൻ്റെ തലേ ദിവസം രാത്രി 7 മണിക്ക് ശേഷം മാത്രമാണ് ഈ പറയുന്ന തേർഡ് പാർട്ടി വെബ്സൈറ്റ്, അതായത് നമ്മൾ ബുക്ക് ചെയ്ത വെബ്സൈറ്റ് ഈ പറഞ്ഞ പാസഞ്ചറിൻ്റെ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യത്തുള്ളൂ. അതുവരെ അവർ ഒരു പാസഞ്ചറിൻ്റെ ലിസ്റ്റും അപ്ഡേറ്റ് ചെയ്യത്തില്ല. അതുവരെ നമ്മുടെ കൂടെ ഉള്ളവരെയോ നമ്മുടെ ടിക്കറ്റോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ഇത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ ബോർഡിംഗ് പാസ് ഉൾപ്പെടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഗുണം മാത്രമേ ഉള്ളൂ, കുറഞ്ഞ പ്രൈസിൽ ടിക്കറ്റ് കിട്ടുമെന്ന് മാത്രം. പക്ഷേ നിങ്ങൾ ക്യാൻസൽ ചെയ്താൽ ഒരു പോലും കിട്ടത്തില്ല. പിന്നെ കുറഞ്ഞ പ്രൈസിന് ടിക്കറ്റ് നിങ്ങൾ ബുക്ക് ചെയ്ത് ഏത് രീതിയിലാണെങ്കിലും നിങ്ങളത് ക്യാൻസൽ ചെയ്യുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും കിട്ടത്തില്ല, എന്തെങ്കിലും ചില്ലറ കിട്ടിയാൽ മാത്രം. കാരണം ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ചാർജും ഫ്ലൈറ്റിൻ്റെ ചാർജും അതും ഇതെന്നൊക്കെ പറഞ്ഞ് കുറേ പ്രൈസ് കട്ട് ചെയ്ത് കളയും. വിമാന ടിക്കറ്റ് എടുത്തിട്ട് ക്യാൻസൽ ചെയ്തവർക്ക് അവരുടെ അഭിപ്രായം താഴെ വന്നിട്ട് കമൻ്റ് അടിച്ച് അറിയിക്കാം കേട്ടോ. പിന്നെ ആണെങ്കിലേ ഈ പറഞ്ഞ ഗ്രൂപ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തവരാണെങ്കിലും അവർക്ക് അഭിപ്രായങ്ങൾ പറയാം.
ഈ സ്കൈ സ്കാനറിൽ പോയിട്ട് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കുറഞ്ഞ പ്രൈസ് കാണിക്കുന്ന മിക്ക ടിക്കറ്റിലും റീഫണ്ട് കിട്ടില്ല, അല്ലെങ്കിൽ സ്പെഷ്യൽ ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ ഇവർ കുറച്ചധികം ടിക്കറ്റ് വാങ്ങിച്ച് വെച്ചിട്ട് അത് അവസാനം നല്ല പ്രൈസിന് വെക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ പൈസ കൂട്ടി വെക്കുന്നു. ആ രീതിയിലൊക്കെ വെക്കുന്ന സെറ്റപ്പാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴേ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്താൽ ഒരു പോലും കിട്ടത്തില്ല. ഞാനിപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് തമിഴ്നാട്ടിൽ മഴയില്ലായിരുന്നു. ഇപ്പം നല്ല മഴ ആയതുകൊണ്ട് പോകണ്ട എന്ന് വെച്ചു. അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അത് ഒന്നും പറയാൻ പറ്റില്ല. വിമാനയാത്രയെക്കുറിച്ച് ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരുപാട് കൂട്ടുകാർ വന്നിട്ട് നല്ല രീതിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ. എന്തായാലും നിങ്ങൾ കണ്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വിമാനയാത്രയിലുള്ള കുറേ സംശയങ്ങളൊക്കെ മാറിക്കിട്ടും. പിന്നെയാണെങ്കിലേ നമ്മളിപ്പോൾ 2200 രൂപയ്ക്കാണ് ആ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഇപ്പോൾ ഞാൻ തമിഴ്നാട്ടിൽ പോയിട്ട് മഴയത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് 10,000 അല്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ പോകും. ഇനി അവിടെ വല്ല ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി കിടന്നിട്ട് പെട്ടുപോയി കഴിഞ്ഞാൽ അവിടെയും തീർന്നു. 2200 രൂപയ്ക്കാണ് ഈ രീതിയിൽ നമ്മൾ ടിക്കറ്റ് എടുത്തത്. നമ്മൾ ടിക്കറ്റ് എടുത്ത സമയത്താണെങ്കിൽ ആ ഒരു ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റിൻ്റെ ചാർജ് 3800 രൂപയെങ്ങാണ്ടാണ് നോർമൽ ടിക്കറ്റിന് കിടന്നുകൊണ്ടിരുന്നത്. നമ്മൾ ആ ടിക്കറ്റ് എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ കാലാവസ്ഥ പ്രശ്നം കാരണം ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ കിട്ടുന്ന റീഫണ്ട് രണ്ടും കണക്കാണ്. അപ്പോൾ നോക്കുമ്പോൾ നഷ്ടമില്ല, ലാഭമില്ല.